Hi friends, welcome. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. എൻ്റെ പെറ്റ്സിന് വേണ്ടി ഞാൻ ഷോപ്പിംഗ് ചെയ്ത് ഇന്നലെ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്ന ഒരു ചേട്ടൻ പറഞ്ഞ് 5 മിനിറ്റുള്ള വീഡിയോയിൽ എന്തിനാ എപ്പോഴും ലൈക്ക് ഷെയറൊക്കെ പറയുന്നത്. ഞാനാണെങ്കിൽ യൂട്യൂബിൽ പുതിയതാണ്, എൻ്റെ ചാനലൊന്നും ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലൈക്കും ഷെയറിനൊക്കെ നിങ്ങളോട് പറയുന്നത്. എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്താൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒരുപാട് വ്യൂസ് കിട്ടും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ. ഞാനിത് വെറുതെ തുടങ്ങിയതല്ല. യൂട്യൂബ് ചാനൽ എൻ്റെ പെറ്റ്സിന് വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ ഒരു റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ പെറ്റ്സിനെ കൊണ്ടുപോകാൻ വീടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് വരുമാനത്തിൻ്റെ ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ലൈക്കും ഷെയറിനും പറയുന്നത്. എനിക്കത് ബോറായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഒരു പെറ്റ് ഷോപ്പിൽ പോയി. അവിടെ ഒരുപാട് പ്രൊഡക്ട്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതെല്ലാം ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. ഇത് പെറ്റ്സിനുള്ള മിൽക്ക് റീപ്ലേസറാണ്. കുഞ്ഞ് ന്യൂ ബോൺ കിറ്റൻസിനും അതുപോലെ ഡോഗ്സിനും ഒക്കെ ഉള്ള മിൽക്ക് റീപ്ലേസറാണ്. എൻ്റെ വീട്ടിൽ ന്യൂ ബോൺ കിറ്റൻസൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ വെറുതെ നോക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ പക്ഷേ സ്ഥിരമായി വാങ്ങിക്കുന്ന വിസ്കാസൊക്കെയാണ് വാങ്ങിച്ചത്. വിസ്കാസ് ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ വീഡിയോ 2 പ്ലേറ്റ് വാങ്ങിച്ചാണ്, പ്ലാസ്റ്റിക് പ്ലേറ്റ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അത് ഞാൻ ഷോർട്ടിലിടാം. അപ്പം ഇതൊക്കെ കുറേ പ്രൊഡക്ട്സ് ഞാൻ വെറുതെ എടുത്ത് നോക്കുന്നതാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു ഐറ്റമാണ്. ഞാൻ പിന്നെ പിസ്കാസ് ഗ്രേവിയൊക്കെയാണ് വാങ്ങിച്ചത്. അതുപോലെ ഡ്രൈ ഫുഡും വാങ്ങിച്ചു. ഡ്രൈ ഫുഡ് എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ മീനും ഇറച്ചിയൊക്കെ തീർന്നു പോയ ഡ്രൈ ഫുഡ് ചോറിൻ്റെ ഒക്കെ കൂടെ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് പൂച്ചയ്ക്ക് കൊടുക്കുക. അതാകുമ്പോൾ കുറേ ദിവസം കൂടെ ഇരിക്കും. വിസ്കാസ് ഗ്രേവിയൊക്കെ ആകുമ്പം അത് പെട്ടെന്ന് തീർന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഗോട്ടിൻ്റെ മിൽക്ക് പൗഡറാണ്. നമ്മുടെ പൂച്ചകൾക്ക് പശുവിൻ്റെ പാലിനേക്കാൾ നല്ലത് ആടിൻ്റെ പാലാണ്. അപ്പോൾ ഇതുപോലത്തെ ഗോട്ട് മിൽക്ക് ഇതാണ് ഭയങ്കര വിലയാണ്, 900 രൂപ. ഇതൊന്നും എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആടിൻ്റെ പാല് വാങ്ങിച്ച് നല്ലപോലെ തിളപ്പിച്ച് വെള്ളം ചേർത്ത് പൂച്ചകൾക്കൊക്കെ കൊടുക്കാം. പശുവിൻ പാല് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആടിൻ്റെ പാലാണ്. അത് പൂച്ചകൾക്ക് മാത്രമല്ല നമുക്കും നല്ലതാണ്, ഡൈജഷനും നല്ലതാണ്. അല്ലാതെ ഒരുപാട് ഔഷധ ഗുണങ്ങളും ആടിൻ്റെ പാലുണ്ട്. ഇത് ഗോട്ട് മിൽക്ക് പൗഡറാണ്. ഇതിന് 900 രൂപയാണ്. കുഞ്ഞ് കിറ്റൻസിന് അതുപോലെ വലിയ പൂച്ചകൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതൊന്നും വാങ്ങിച്ചില്ല. ഞാൻ വിസ്കാസിൻ്റെ ഗ്രേവിയും പിന്നെ ഡ്രൈ ഫുഡും പിന്നെ ഒരു ചീപ്പ് വാങ്ങിച്ച്, ഒരു കോമ്പ് വാങ്ങിച്ച്. എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞ് ചെറിയൊരു പൂച്ചയുണ്ട്. അത് പേർഷ്യനെ പോലെ ഇരിക്കുന്നത്. പേർഷ്യൻ ആണോന്ന് എനിക്കറിയില്ല, നല്ല രോമമൊക്കെ ഉണ്ട്. അതിന് വേണ്ടി വായിച്ചത്. ഇപ്പോൾ ആദ്യം ഞാൻ സ്ട്രേ ക്യാറ്റ്സിന് ഈ വിസ്കാസ് കൊടുക്കണം. അവർക്ക് ഈ വിസ്കാസ് ഒന്നും കിട്ടാറില്ലല്ലോ, അവരുടെ ഹെൽത്തിന് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് മൈക്കലിന് കൊടുത്ത്. പിന്നെ വീട്ടിൽ വന്ന് ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ഐറ്റംസ്. ഇത് ഗ്രേവിയാണ്. ഗ്രേവിയുടെ ഞാൻ കുറേ ഞാൻ ക്യാറ്റ്സൊക്കെ കഴിച്ച് ബാക്കിയാണ്. ഇത് 2 to 12 ഞാൻ വാങ്ങിച്ചത്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ കുഞ്ഞ് കിറ്റൻസിനെ കാണുകയാണെങ്കിൽ അതിന് കൊടുക്കാനാണ്. എൻ്റെ വീട്ടിലുള്ള പൂച്ചകളൊക്കെ ഇപ്പോൾ 1 വയസ്സായി. അതുകൊണ്ട് അതിനിപ്പോൾ 1+ ആണ് വാങ്ങിക്കുന്നത്. പിന്നെ പൂച്ചയ്ക്ക് വയറ്റിന് സുഖമില്ലാതൊക്കെ വരുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കിറ്റൻസിൻ്റെ ഗ്രേവി വിസ്കാസ് കൊടുക്കാം, അതിൻ്റെ ദഹനത്തിനൊക്കെ നല്ലതാണ് പറഞ്ഞു. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഈ 2 ഐറ്റംസ് വാങ്ങിച്ച്. കരുത്തി കെട്ടുന്ന മണി വാങ്ങിച്ച്. എൻ്റെ പൂച്ചകൾക്കൊന്നും കരുത്തി കെട്ടുന്ന മണിയില്ല. പിന്നെ ഈ മാസമാണ് ജിമ്മിക്ക് വാക്സിനേഷൻ എടുക്കുന്ന സമയമായി. പാർവോട് റാബീസിൻ്റെയൊക്കെ വാക്സിനേഷൻ എടുക്കാൻ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതിനൊരു കരുത്തി മണിയൊക്കെ കിട്ടുന്നത് നല്ലതാണെന്ന് വെച്ച് ജിമ്മിക്കും ബബ്ലോനും വേണ്ടി 2 മണി വാങ്ങിച്ചു. 50 രൂപയുള്ളൂ ഒരെണ്ണത്തിന്. എനിക്കിങ്ങനെ പെറ്റ്സിന് വേണ്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ 2 പെലറ്റ് വാങ്ങിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ ഇതാണ് അവരുടെ പൂച്ചകൾക്കൊക്കെ മണിയുണ്ടായിരുന്നു. ഇതാണ് ചീപ്പ് ഞാൻ പറഞ്ഞ കോമ്പ് വാങ്ങിച്ചത്. ഈ കോമ്പ് പേർഷ്യൻ ക്യാറ്റ്സിൻ്റെ ഒക്കെ ഹെയർ കോമ്പ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് രോമമൊക്കെ ഉള്ള പൂച്ചകളുണ്ട്. അതിന് വേണ്ടിയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിന് 140 രൂപയാണ് ആയത്.
പിന്നെ ഇതല്ലാതെ ഞാൻ വാങ്ങിച്ചത് വിസ്കാസിൻ്റെ ഡ്രൈ ഫുഡാണ്. അതിന് നല്ല അത് 495 രൂപയുടെയാണ് ഇത്. പക്ഷെ ഡിസ്കൗണ്ട് 450 450 പിന്നെ ആ ഷോപ്പിലുള്ളവർ നമുക്ക് അതിലും കുറച്ച് തരും. ഇത്രയും ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് 700 റുപ്പീസേ ആയുള്ളൂ. അപ്പം എനിക്കാണെങ്കിൽ മാസം നടത്തി ഇതുപോലെ എൻ്റെ പെറ്റ്സിന് വേണ്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല. എൻ്റെ പൂച്ചകൾക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നത്. ഇതൊക്കെയാണ് അവർക്ക് വേണ്ടി വാങ്ങിച്ചത്. അങ്ങനെ എന്നിട്ട് പെറ്റ്സിനൊക്കെ ഇത് കൊടുത്ത് നിങ്ങളും ഇതുപോലെ പെറ്റ്സിൻ്റെ ഷോപ്പിംഗ് ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റിൽ എന്നെ അറിയിക്കണം. പിന്നെ ഞാൻ പിന്നെ അത് ബബ്ലോനും മണി കെട്ടി നോക്കി. പക്ഷേ രാത്രി ആയതുകൊണ്ട് അതിന് ലൈറ്റൊന്നും വന്നില്ല. ഈ വെളിച്ചമുള്ള ദിവസം ഞാൻ ബബ്ലോൻ്റെ കയറ്റി മണിയൊക്കെ കെട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ ഈ 2 ടാബ്ലറ്റും ഞാൻ വായിച്ചു. വീട്ടിലുള്ള ചെറിയ പൂച്ചകൾക്കൊക്കെ ഹാഫ് ടാബ്ലറ്റ് വെച്ചിട്ട് പാലിലോ അതുപോലെ വിസ്കാസിലോ ഒക്കെ ചേർത്ത് കൊടുക്കാനാണ്. ഇത് കീവ് ഓഫ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ വിരയ്ക്കുള്ള മരുന്നാണ്. അത് 3 മാസം കൂടുമ്പോൾ കൊടുക്കണം. വലിയ പൂച്ചകൾക്കൊക്കെ കൊടുത്ത് ഇനി ചെറിയ പൂച്ചകൾക്ക് കൊടുക്കണം. വെയിറ്റ് അനുസരിച്ചാണ് ഇത് കൊടുക്കേണ്ടത്. ബബ്ലോൻ്റെ കഴുത്തിൽ മണിയൊക്കെ കെട്ടി. ഞാൻ വിചാരിച്ചത് മണി കെട്ടുമ്പോൾ സമ്മതിക്കില്ല, പക്ഷെ സമ്മതിച്ചു. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ക്ലിയർ ആവുന്നത്. നല്ല വെളിച്ചത്തിൽ അല്ല അതിനെ പുറത്തൊക്കെ പോകുമ്പം ഞാൻ വീഡിയോ എടുക്കാം. പുറത്ത് പോകുമ്പോൾ എനിക്കതിനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വരുമ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.